ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഡ്യൂറ്റ് വണ്ടി നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെതായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ ബാക്കിലെ ബ്രേക്ക് ഷോ ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇതിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് പറയുന്നത് ബെൽറ്റാണ്. ബെൽറ്റ് കംപ്ലൈൻ്റ് ആണ്. ബെൽറ്റ് നമുക്കത് മാറ്റാറായിട്ട് ബെൽറ്റ് ഏത് സമയത്തും പൊട്ടിപ്പോകാനുള്ള കണ്ടീഷനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ എയർക്കൂടെ നല്ല രീതിയിൽ പൊട്ടലുകൊണ്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തായാലും മാറ്റേണ്ടി വരും. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററാണ് ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കാം. നല്ല രീതിയിൽ ബ്ലോക്കാണ് എയർ ഫിൽറ്റർ. നമുക്ക് എയർ ഫിൽറ്റർ കൂടി ഒന്ന് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ എയർ ഫിൽറ്റർ മാറ്റേണ്ട കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗ് നമുക്കിത് മാറ്റി റീസെറ്റ് ആക്കണം. എയർ ഫിൽറ്റർ പ്ലഗ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൽ 2 കേബിളും കംപ്ലൈൻ്റ് ആണ്. ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൽ 2 കേബിളും മാറ്റണം. അതുപോലെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിളും മാറ്റേണ്ടി വരും. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. അതിൻ്റെ മീറ്റർ അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ഡിസ്പ്ലേ ഇവിടെ ഉണ്ടോ ഭംഗിപ്പോയിരിക്കണം. ഡിസ്പ്ലേ നമുക്ക് ഒന്നും അതിൻ്റെ കിലോമീറ്റർ ഒന്നും കാണുന്നില്ല. തൽക്കാലം സൂചി മാത്രം വർക്കിംഗ് ആക്കാം. കൃത്യമായിട്ട് കാണണമെങ്കിൽ നമുക്കത് മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതുപോലെ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടോ 12.806 ലെവലിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ബാറ്ററി നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബാറ്ററി മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സീറ്റിൻ്റെ ലോക്ക് കറക്റ്റില്ല. അത് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ കേബിൾ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം മോശമായിട്ടുണ്ട്. ലെവലും കുറവാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ ഓയിലും കൂടി മാറ്റിയിട്ട് വരും കേട്ടോ. ഓക്കെ. പിന്നെ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൽ ബെൽറ്റ്, 2 ബ്രേക്ക് കേബിൾ, എയർ ഫിൽറ്റർ, പ്ലഗ്, സീറ്റിൻ്റെ കേബിൾ ഇതെല്ലാം നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം. ഓയിലിൻ്റെ സമയം ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി മാറ്റേണ്ടി വരും. അപ്പോൾ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.